പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഷിയാസ, അങ്ങനെ GCDAക്ക് സ്പോൺസർ ഈ പ്രവർത്തനം ഒരു പരിധിയെങ്കിലും തീർത്ത ശേഷം സ്റ്റേഡിയം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല. പല കാര്യങ്ങളും ഇപ്പോഴും പാതി വഴിയിൽ തന്നെ നിൽക്കുകയാണ്. അകത്തും പുറത്തുമായി പല പ്രവൃത്തികളും ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇല്ല, ഒരു പരിധി തീർത്തിട്ടില്ല. തുടക്കം ഞാനത് പറയാം. ഈ അവിടെ ഏത് തരത്തിലാണ് ഇയാളെ കരാർ ഏൽപ്പിച്ചത് സർക്കാർ? എന്തെല്ലാം പ്രവൃത്തിയാണ് ചെയ്യേണ്ടിയിരുന്നത്? ഇതൊന്നും ഒരു എഗ്രിമെന്റ് ഇല്ല. ഒരു തരത്തിലും സർക്കാരുമായോ അല്ലെങ്കിൽ ഈ GCDAയുമായോ ഈ പറയുന്ന സ്പോൺസർക്ക് ഒരു തരത്തിലുള്ള കരാറുമില്ല. സ്പോൺസർ തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്നും സർക്കാർ വിശദീകരിച്ചിട്ടില്ല. ഇപ്പൊ അവിടെ എന്തെല്ലാം ചെയ്തു? ഇപ്പൊ പെയിന്റ് ചെയ്തത് 1 കോടി രൂപ മുടക്കിയാണ് GCDA അവിടെ പെയിന്റ് ചെയ്തത്. ആ പെയിന്റിന് മുകളിൽ, ആ പെയിന്റിന് 5 വർഷക്കാലത്തെ വാറണ്ടി ഉണ്ടായിരുന്നു. ആ പെയിന്റിന് മുകളിൽ കയറ്റിയാണ് ഈ പറയുന്ന ആള് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ വാറണ്ടി നഷ്ടപ്പെട്ടു. അതിനെന്ത് നടപടിയാണ് GCDA എടുക്കുക? അല്ലെങ്കിൽ അവിടെ നടന്ന ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ അത് പരിപൂർണമല്ല. 70 കോടി രൂപ മുടക്കുമെന്നാണ് പറഞ്ഞത്. എത്ര കോടി രൂപ ഇയാൾ അവിടെ മുടക്കിയിട്ടുണ്ട്? ഇതൊന്നും അറിയാതെ തോന്നിയതുപോലെ കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ അധീനതയിൽ കോടികൾ മുടക്കി പണിത ഒരു സ്റ്റേഡിയം ഒരു വ്യക്തിക്ക് വന്ന് തോന്നിയതുപോലെ ചെയ്യാൻ, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അതിന്റെ പേരിൽ ഈ സ്റ്റേഡിയത്തെ ഉപയോഗപ്പെടുത്തി സാമ്പത്തിക ചൂഷണം നടത്താനും അനുമതി കൊടുത്തതിനെതിരെ സർക്കാരിനെതിരെ കേസെടുക്കേണ്ടതാണ്. GCDA ചെയർമാനെതിരെ കേസെടുക്കേണ്ടതാണ്. GCDA ചെയർമാനെതിരെ കേസെടുക്കണം. സർക്കാരിന്റെ കായിക വകുപ്പ് മന്ത്രിക്കെതിരായി കേസെടുക്കണം. ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഒരു വ്യക്തിക്ക് വിട്ടുകൊടുത്ത് തോന്നിയതുപോലെ അർജന്റീന ടീം വരുന്നു എന്ന് പറഞ്ഞ് ഈ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളുടെ അവരുടെ ഈ ആരാധനയെ ചൂഷണം ചെയ്ത ഇയാൾക്കെതിരെ കേസെടുക്കട്ടെ. ആ നടപടിയാണ് ചെയ്യേണ്ടത്. സ്റ്റേഡിയം തിരിച്ചേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ഏത് അഗ്രിമെന്റ് അടിസ്ഥാനത്തിലാണ് സ്റ്റേഡിയം ഇയാൾക്ക് കൊടുത്തത്? എന്ത് അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത്? അതിന് ടെൻഡർ ഉണ്ടായിട്ടുണ്ടോ? എന്തെല്ലാം നടപടികളാണ് അതിന്റെ ഭാഗമായി? ഏതെല്ലാം കോൺട്രാക്ട്, എത്ര കോടി രൂപയുടെ വർക്കാണ്, ഏതെല്ലാം വർക്കാണ്, എത്ര സ്പെസിഫിക്കേഷൻ ആണ് അതിന് വേണ്ടത്? ഇതൊന്നും ചെയ്യാതെ ഈ പറയുന്നത് പോലെ GCDA ലക്ഷങ്ങളും കോടികളും മുടക്കി കരാറ് കൊടുത്ത ആളുകൾ ചെയ്ത പണികൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിന്റെ പുറത്ത് ഇയാൾ വന്ന് ഈ പണികൾ ചെയ്യുകയും വീണ്ടും GCDA കരാറ് ഈ ഇലക്ട്രിഫിക്കേഷൻ വർക്കുമായി ബന്ധപ്പെട്ടും അതുപോലെ ഫ്ലഡ് ലൈറ്റുമായി ബന്ധപ്പെട്ടും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഇതിനെതിരെ നിയമപരമായ നടപടി കോൺഗ്രസ് സ്വീകരിക്കും. അത് തന്നെയാണ് ഇപ്പോഴും വിശദീകരണം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ സ്റ്റേഡിയം തിരിച്ചേൽപ്പിച്ചു എന്ന് പറയുമ്പോഴും 70% നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ലാത്തൊരു മട്ട് തന്നെയാണ്. എന്നിട്ടും പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ ശരി, ചില പണികൾ പൂർത്തീകരിക്കാൻ ഇനിയും സ്പോൺസർക്ക് സമയം കൊടുക്കും, അത് മാത്രമല്ല GCDA കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ GCDA ചെയ്യുമെന്നാണ്. അല്ല, അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുക? അയാളുടെ ഇൻട്രസ്റ്റ് എന്താണ്? ഈ പറയുന്ന ഈ വ്യക്തിയുടെ ഇൻട്രസ്റ്റ് എന്താണ്? അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനമൊന്നും അല്ലല്ലോ ഈ വ്യക്തി ചെയ്യുന്നത്. ഈ വ്യക്തി മുൻകാലങ്ങളിൽ ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം. സർക്കാരിന്റെ തടി കട്ടുകൊണ്ടുപോയതും അതുപോലെ ആളുകളെ പറ്റിക്കാനുള്ള ചീറ്റിംഗ് ശ്രമം നടത്തിയതും, ചീറ്റിങ്ങിനെതിരെ എത്ര കേസാണ് ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്നത്? അപ്പോൾ എന്താണ് ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ സർക്കാരിനെയും ജനങ്ങളെയും കബളിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ പേരിൽ നാട്ടിലെ ശിക്ഷാ നിയമപ്രകാരം പ്രതിയാക്കപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്ന ഒരാൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ഒരു സ്റ്റേഡിയം അന്നാ നിങ്ങളിത് ചെയ്തോ, നിങ്ങൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ അർജന്റീനിയൻ ടീമിനെ കൊണ്ടുവന്നാൽ മതി, അങ്ങനെ എന്ന് പറയാൻ ഇയാൾക്ക് അങ്ങനെ മുൻപ് അന്താരാഷ്ട്ര മത്സരങ്ങളും ദേശീയ മത്സരങ്ങളൊക്കെ നടത്തി, ഫുട്ബോൾ മത്സരങ്ങൾ നടത്തി വല്ല പരിചയമുള്ള ആളാണോ? ഒരു പരിചയമില്ലാത്ത ആളെ. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഒന്ന്, ഈ പറയുന്നത് പോലെ മെസ്സിയുടെ പേരിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളെ രാഷ്ട്രീയപരമായി അവർ തങ്ങൾക്ക് അനുകൂലമാക്കുക. 2, ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ചൂഷണം. 3, സ്റ്റേഡിയം കൈക്കലാക്കാനുള്ള പ്രവൃത്തി. ഇതെല്ലാം നിയമപരമായി നേരിടേണ്ട ഒന്നാണ്. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇടയ്ക്ക് എവിടെയോ വെച്ചോ ഇത് പാളിപ്പോയി. ഇവര് മെസ്സിയെ കൊണ്ടുവരാനുള്ള പദ്ധതികളെല്ലാം പാളിപ്പോയി. അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനോ അല്ലെങ്കിൽ KFAയോ ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക്, ഒരു ടീമിനെ അല്ലെങ്കിൽ ഈ പറയുന്ന മെസ്സിയെ ഇവിടെ കൊണ്ടൊന്ന് കളിപ്പിക്കാൻ കഴിയുക? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായപ്പോൾ സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നതല്ലേ? അതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ ചെയ്തത്
സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ PR വർക്ക് നടത്തുന്ന, കൊട്ടേഷൻ നടത്തുന്ന, ഈ പറയുന്ന മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്ന ചാനൽ മുതലാളിക്ക് വഴിവിട്ട പ്രവർത്തനം സർക്കാർ ചെയ്തു കൊടുത്തു. അതിന്റെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. ഒന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന കായിക മന്ത്രിക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഏതെങ്കിലും ഇല്ലാതെ എങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു നടപടി ചെയ്യാൻ കഴിയുന്നത്? ഇതിനെക്കുറിച്ചൊരു വിശദമായ അന്വേഷണം ആവശ്യമാണ്. കർശനമായ നടപടികൾ സ്വീകരിക്കണം. ഇത്തരത്തിൽ തോന്നിയതുപോലെ ഓരോ വ്യക്തികൾക്കും കേരളത്തിലെ ഓരോ സ്റ്റേഡിയങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ വിട്ടുകൊടുക്കാനും അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താനും അവിടെ മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും നാളെ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാർ തീരുമാനിച്ചാൽ മതിയല്ലോ. ഏതെങ്കിലും സർവകലാശാലയോ ഏതെങ്കിലും കോളേജോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരിന്റെ സ്ഥാപനങ്ങളോ വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ആളുകൾക്ക്, സർക്കാരിന് താല്പര്യമുള്ള, മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ആർക്കും ഏത് സ്ഥാപനത്തിലും വന്നു കയറി എന്തും ചെയ്യാൻ കഴിയാവുന്ന സാഹചര്യമല്ലേ നാട്ടിലുണ്ടാകുക? അങ്ങനെയാണോ ജനാധിപത്യ കേരളത്തിൽ നടക്കേണ്ടത്? അങ്ങനെയാണോ ഈ നാട്ടിൽ ഒരു ഭരണം ഏൽപ്പിച്ച ഒരു ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്യേണ്ടത്? അത് സ്വജനപക്ഷപാതമാണ്. അത് ഇവർ എടുത്തിരിക്കുന്ന ഒരു MLA എന്നുള്ള രീതിയിൽ, മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ, കായിക മന്ത്രി എന്നുള്ള രീതിയിൽ അവർ എടുത്തിരിക്കുന്ന സത്യമാണ്, അഴിമതിയാണിത്. വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചതിന്.